ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എലൈറ്റിൻ്റെ ബ്രോക്കൺ വീറ്റ് ദലിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. പല സൈസിലുള്ള നുറുക്ക് ഗോതമ്പ് അവൈലബിൾ ആണ്. ഞാൻ ദാ ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. ഇതിൽ ഇത്തിരി കൂടി വലുതുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. തീരെ ചെറുതെടുക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ പായസത്തിന്. അപ്പോൾ ഇതാ ഒരു 4 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ശർക്കര പാനിക്ക് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമുക്ക് വിസിൽ വരുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ആ വിസിൽ കൂടി ഇത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 1/4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ വെള്ളം അധികം വെക്കാതെ കുക്കറിൽ വിസിൽ കേൾപ്പിച്ചെടുക്കണം. ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. അധികം ശ്രദ്ധിച്ച് നിൽക്കുക കേട്ടോ. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് ചീറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുതിർത്തിട്ട് ചെയ്താലും മതി, അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ 2 വിസിൽ കേൾപ്പിച്ചു. പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി വന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ആ നെയ്യിൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഇനി അരിച്ചിട്ട് ആ ശർക്കര പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കണം എന്നില്ല. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് ആ ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ വെന്ത് ആ മധുരമൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കണം കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ അവൽ പായസത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ശർക്കരയും അതുപോലെ തന്നെ പാലും വെച്ചിട്ട്, തേങ്ങാപ്പാലല്ല, നമ്മുടെ നോർമൽ പശുവും പാൽ വെച്ചിട്ട്. കാണാത്തവർ ഒന്ന് കണ്ട് നോക്കട്ടോ. സിമ്പിളാണ്, ഈസി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പം അതായത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല പോലെ തിളയ്ക്കണം. തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തത്. നല്ല കട്ടിപ്പാലാണ്, തിക്കായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. 2 ലിറ്റർ പാലിൻ്റെ കൂടെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുത്ത് പാല് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. നല്ല ചൂട് പാല് വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു 3 ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുത്തു. ഏലക്ക പൗഡർ ആണെങ്കിൽ അതിനനുസരിച്ച് 1/4 ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് തിളച്ചൊന്ന് കുറുകി വരുന്നുണ്ട്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വരുമ്പോൾ വേണം നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ശർക്കരയിലേക്കാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച പാൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം സാധാരണ രീതിയിൽ നമ്മൾ ശർക്കര ചേർക്കുന്ന എല്ലാത്തിലും തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോർമൽ പശുവും പാൽ ചേർക്കുമ്പോൾ അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ശർക്കര പാനിയിലേക്കാണ് നമ്മൾ പാലൊഴിച്ച് കൊടുത്തത്. അതായത് ശർക്കര പാനി നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ്. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല തിളച്ച പാല് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ല തണുത്ത പാലും തിളപ്പിച്ചാറിയ പാലും ഒക്കെ ആണെങ്കിൽ ആ ശർക്കര പാനിയിലേക്ക് ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിള തുടങ്ങുമ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അവൽ പായസം ചെയ്തപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ചൂട് പാലിലേക്കാവുമ്പോൾ, അതിൽ ചൂട് പാലിലാണ് അവൽ വേവുന്നത്. അപ്പോൾ ആ ചൂട് പാലിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തണുത്ത ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുക. ചൂട് ശർക്കരയിലേക്ക് പാലൊഴിക്കുമ്പം ചൂടുപാലും, ചൂട് പാലിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തണുത്തിട്ട് ഒട്ടും ചൂടുണ്ടാവരുത്, എന്നിട്ട് വേണം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ. ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിരിയില്ല. പിന്നെ ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം മാത്രം ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഈ കറുത്ത ശർക്കര എടുക്കണ്ട, കുറച്ച് വെള്ള ശർക്കര എടുക്കുക കേട്ടോ. വെള്ള ശർക്കര എടുത്തു കഴിയുമ്പോൾ നല്ലൊരു കളർ, നമ്മുടെ ആ ഒരു പാൽപ്പായസത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് ഉണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കളറാണ് ഇതിനൊക്കെ കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ അവൽ പായസമൊക്കെ ചെയ്യുമ്പോഴും കുറച്ച് വെള്ള ശർക്കര എടുക്കുക കേട്ടോ. നമ്മൾ പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്ത ശർക്കരയാണല്ലോ എടുക്കുക, അപ്പോൾ നല്ല കറുത്ത കളറിലിരിക്കും. ആ ഒരു കളറിലല്ലാതെ ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് ഒരു വെള്ള കളർ പോലെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ വെള്ള ശർക്കര തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് ശർക്കര പാനി കുറച്ചൊന്ന് കുറച്ചിട്ട് ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ.
ഈ വെള്ള ശർക്കര ചേർത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ ആ പായസത്തിനൊരു പ്രത്യേക സ്വാദാണ്. ഇനി ഈ പാലിൽ കിടന്നത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകണം. ഓവറായിട്ട് കുറുക്കരുത്. ഓവറായിട്ട് കുറുകി കഴിഞ്ഞാൽ ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി തിക്കാവും കേട്ടോ. അതുകൊണ്ട് ഓവറായിട്ട് തിക്കാക്കി വെക്കരുത്. പാല് ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. പാല് ചേർത്തിട്ട് പിന്നെ ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഇത് നമ്മൾ ശർക്കര പാനിയിൽ കിടന്ന് വെന്തതാണ്. അപ്പോൾ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു അതിൽ കുറച്ച് നട്ട്സും കിസ്മിസും കൂടി നമുക്ക് വറുത്തതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഓണത്തിന് പറ്റില്ല. അല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നട്ട്സും കിസ്മിസും വറുത്തിട്ടില്ലെങ്കിലും ലാസ്റ്റ് കുറച്ച് റോബസ്റ്റ പഴം കട്ട് ചെയ്തിട്ടാലും നമ്മുടെ അമ്പലത്തിൽ കിട്ടുന്ന ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ നട്ട്സും കിസ്മിസും ഒന്നും വറുത്തിടാതെ ഇതെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച്, അതായത് പുളിയില്ലാത്ത പഴം, അപ്പോൾ റോബസ്റ്റ പഴമൊക്കെ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അമ്പലത്തിലെ ആ ഒരു പായസം പഴമൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു നമ്മുടെ പൊങ്കാല പായസം ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാൻ ആ ഒരു രീതിയിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓണത്തിനാകുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നെയ്യിൽ നട്ട്സും കിസ്മിസും വറുത്തിട്ടിട്ട് ചെയ്യാം കേട്ടോ. സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഫ്ലെയിമൊക്കെ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പഴം അരിഞ്ഞിട്ട് കൊടുക്കാവൂ. അല്ലാതെ പഴം അരിഞ്ഞിട്ട് കൊടുക്കരുത് കേട്ടോ. തിളയ്ക്കുന്നതിൻ്റെ ഇടയിൽ പഴം അരിഞ്ഞിട്ട് കൊടുത്തിട്ട് തിളപ്പിക്കരുത്. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം. അപ്പം ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത്. തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരുപാട് തിക്കായി പോകും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കാരണം ചൂട് ശർക്കര പാനിയിലേക്ക് നമ്മൾ പാലൊഴിക്കുമ്പോൾ നല്ല തിളച്ച പാല്, അതായത് അടുപ്പിൽ നിന്ന് അങ്ങനെ തന്നെ ഒഴിക്കുക കേട്ടോ. നല്ല തിളച്ച പാല് തന്നെ ഒഴിക്കുക. 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തപ്പോൾ നമ്മൾ 1 ലിറ്റർ പാല്, 2 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തത്. തിക്കായിട്ടുള്ള പാല്, കട്ടിപ്പാലാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. അങ്ങനെയാണ് ചെയ്തത്. 1/2 ഗ്ലാസ്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ശർക്കര പാനി 4 അച്ച് ശർക്കര പാനിയാക്കി വെച്ചിട്ട് ആദ്യം ഒരു 3 അച്ച് ശർക്കരയുടെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നിങ്ങളുടെ മധുരം നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മധുരം കുറച്ചിട്ട് ഒരു ഇത്തിരി പഞ്ചസാര, ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താലും കൂടുതൽ ടേസ്റ്റാണ്. അപ്പം കണ്ടോ, നമ്മൾക്ക് ശരിക്കും ആ ഒരു പാൽപ്പായസത്തിൻ്റെയൊക്കെ ഒരു കളറും നല്ലൊരു ലുക്കൊക്കെ തോന്നില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അതായത് ഇൻസ്റ്റൻറ്റ് പായസം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു പായസമാണ് കേട്ടോ. ഒരുപാട് പണികളൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.